ഹായ് ഫ്രണ്ട്സ്, പെസഹ അപ്പം അല്ലെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പം. ഓരോ സ്ഥലത്തും ഇത് ഓരോരോ രീതികളിലാണ് തയ്യാറാക്കുന്നത്. റെസിപ്പി നോക്കാം. തലേന്ന് കഴുകി കുതിർത്താൻ വെച്ചിരിക്കുന്ന പച്ചരിയും ഉഴുന്നും കൂടി അല്പം വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം. ഇഡ്ഡലിയുടെയൊക്കെ പരുവത്തിന് അരച്ചെടുക്കണേ. ഞാൻ 1 കപ്പ് പച്ചരിയും 1 കപ്പ് ഉഴുന്നുമാണ് എടുത്തിട്ടുള്ളത്. ഈ ബാറ്റർ ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ തേങ്ങാക്കൊത്തും ചെറുതായി അരിഞ്ഞ ചെറിയ ഉള്ളിയും വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുക്കാം. ചുമന്നുള്ളി എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ജീരകപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും ചുമന്നുള്ളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വേണമെങ്കിൽ ഫ്ലേവറിന് മാത്രം ചെറുതായിട്ടരിഞ്ഞ് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഇഡ്ഡലിയുടെ പരുവത്തിലേക്ക് ആക്കിയെടുക്കാം. ആവശ്യമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ദോശ ഒഴിച്ചു കൊടുക്കുന്ന പോലെ ഈ ബാറ്റർ ഒഴിച്ച് പരത്തി കൊടുക്കാം. തിരിച്ചും മറിച്ചുമിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണേ, എന്നാലേ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അതായത് ഇവിടെ നന്നായി വെന്ത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂ പരിപാടി. ഈ പെസഹയ്ക്ക് എല്ലാവരും പെസഹാപ്പം ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.